പാകിസ്ഥാൻ്റെ ഏതാണ്ട് പകുതി ഭൂവിസ്തൃതിയുള്ള ഒരു പ്രദേശം. കൃത്യമായി പറഞ്ഞാൽ രാജ്യത്തിൻ്റെ 44% പ്രദേശം. ഇതാണ് ബലൂചിസ്ഥാൻ. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ പ്രവിശ്യ, ബലൂചി ജനതയുടെ നാട്. ഈ മണ്ണ് സമ്പത്തിൻ്റെ നിധിശേഖരമാണ്. ഏകദേശം $1 ട്രില്യൺ വരെ വിലമതിക്കുന്ന പ്രകൃതിവാതകം, ചെമ്പ്, സ്വർണം, ധാതുക്കൾ, അതോടൊപ്പം അറേബ്യൻ കടലിനോട് ചേർന്നുള്ള നീണ്ട തീരവും. പാകിസ്ഥാൻ്റെ ഫലവൃക്ഷമാണ് ബലൂചിസ്ഥാൻ. പഴങ്ങളും നട്ട്സും വിളയിക്കുന്ന നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണും ബലൂചിസ്ഥാന് സ്വന്തം. ഈ സമ്പത്തിനിടയിലും ബലൂചിസ്ഥാനിലെ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ കഴിയുന്നു. പാകിസ്ഥാൻ്റെ ഏറ്റവും ദരിദ്രവും വികസനം കുറഞ്ഞതും ഏറ്റവും കനത്ത സൈനികവൽക്കരണം നേരിടുന്നതുമായ പ്രവിശ്യയാണിത്. എന്തുകൊണ്ടാണിതിങ്ങനെ? പാകിസ്ഥാനുമായുള്ള ബലൂചിസ്ഥാൻ്റെ ചരിത്രം വിചിത്രമാണ്. 1947 ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാൻ രൂപം കൊണ്ടപ്പോൾ ബലൂചിസ്ഥാൻ ഉടനടി രാജ്യത്തോടൊപ്പം ചേർന്നില്ല. ഒരു വർഷത്തെ നിരന്തര ചർച്ചകൾക്ക് ശേഷമാണ് അവർ 1948 പാകിസ്ഥാൻ്റെ ഭാഗമായത്. അന്നു മുതൽ വിപ്ലവങ്ങളുടെ നീണ്ട നിരയ്ക്ക് തന്നെ ഈ പ്രവിശ്യ സാക്ഷ്യം വഹിച്ചു. ഓരോന്നും ക്രൂരമായി അടിച്ചമർത്തി. ആക്ടിവിസ്റ്റുകൾ അപ്രത്യക്ഷരായി. ജനങ്ങൾ പീഡിപ്പിക്കപ്പെട്ടു. പ്രവിശ്യയുടെ പകുതിയും പ്രേതനഗരം പോലെയായി മാറി. ബലൂച്ച് ലിബറേഷൻ ആർമിയാണ് കരുത്താർജിച്ച് ഭരണകൂടത്തിൻ്റെ അടിച്ചമർത്തലുകൾക്കെതിരെ പോരാടുന്നത്. അടുത്തിടെ 400 യാത്രക്കാരുമായി ഒരു ട്രെയിൻ അവർ തട്ടിയെടുത്തു വാർത്തകളിൽ ഇടം പിടിച്ചു. പാകിസ്ഥാൻ ഇത് വെറുമൊരു കലാപമല്ല, ഇത് രാഷ്ട്രത്തെ തകർക്കാൻ കെൽപ്പുള്ള ഒരു പേടി സ്വപ്നമാണ്. ബലൂചിസ്ഥാൻ എന്തുകൊണ്ടാണ് പാകിസ്ഥാന് ഇത്ര നിർണായകമായത്? അവിടുത്തെ ഭൂപടം ഒന്ന് നോക്കൂ. അവിടെ അറേബ്യൻ കടലിനോട് ചേർന്നുള്ള നീണ്ട തീരം കാണാം. 800ഓളം മീറ്റർ നീളമുള്ള ഈ തീരത്താണ് ചൈന പാകിസ്ഥാൻ ഇക്കണോമിക് കോറിഡോറിൻ്റെ സുപ്രധാന ഭാഗമായ ഗ്വാദർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. ഈ തുറമുഖം ചൈനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് നേരിട്ടുള്ള പ്രവേശനം നൽകുന്നു. ഇതൊരു സുപ്രധാന വ്യാപാര കേന്ദ്രമായി മാറുന്നു. ബലൂചിസ്ഥാൻ ഇല്ലാതെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴി തകരും. പാകിസ്ഥാൻ്റെ ചൈനയുമായുള്ള ബന്ധം ദുർബലമാകും. ഇറാനും അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ബലൂചിസ്ഥാൻ പാകിസ്ഥാൻ്റെ പ്രാദേശിക ശക്തിയെ രൂപപ്പെടുത്തുന്ന ഒരു ബഫർ സോണായി പ്രവർത്തിക്കുന്നു. അതിനപ്പുറം പ്രകൃതി സമ്പത്തിൻ്റെ കാര്യവുമുണ്ട്. സൂയി വാതകപ്പാടങ്ങൾ പാകിസ്ഥാൻ്റെ ഊർജത്തിൻ്റെ ഭൂരിഭാഗവും നൽകുന്നു. അതിൻ്റെ ധാതുക്കൾ സമ്പദ് വ്യവസ്ഥയുടെ വലിയൊരു ഭാഗമായി നിൽക്കുന്നു. ബലൂചിസ്ഥാൻ വേർപെട്ടാൽ പാകിസ്ഥാന് ഇതെല്ലാം നഷ്ടപ്പെടും. പാകിസ്ഥാൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രാധാന്യം തകരും. പക്ഷേ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ വൻ കടവും ചൈനയിൽ നിന്നുള്ള വായ്പകളും വിദേശ നിക്ഷേപകർക്ക് കുടിശ്ശികയായി തുകകളും തിരിച്ചടയ്ക്കേണ്ടി വരും. ബലൂചിസ്ഥാൻ നഷ്ടപ്പെടുന്നതോടെ പാകിസ്ഥാന് ഇതെല്ലാം വൻ ബാധ്യതയായി മാറുകയും ചെയ്യും. പാകിസ്ഥാൻ്റെ റാവൽപിണ്ടിയിലെ നേതാക്കൾക്ക് ഇത് നന്നായി അറിയാം. ഇത് വെറുമൊരു സുരക്ഷാ പ്രശ്നമല്ല, ഇത് രാഷ്ട്രത്തിൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നൊരു പ്രതിസന്ധിയാണെന്ന് അവർക്ക് വളരെ നന്നായി അറിയാം. ഏതാണ്ട് പകുതി രാഷ്ട്രം നഷ്ടപ്പെടുന്നത് ദേശീയ ഐക്യത്തിന് വലിയ ആഘാതമാകും. മറ്റ് പ്രദേശങ്ങൾക്കും വേർപെടാനുള്ള പ്രചോദനമാകും അത്. ബലൂച്ച് നേതാക്കൾ ഇപ്പോൾ അപേക്ഷിക്കുന്നില്ല, അവർ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയാണ്. റിപ്പബ്ലിക് ഓഫ് ബലൂചിസ്ഥാൻ എന്ന ഹാഷ്ടാഗ് സോഷ്യൽ മീഡിയയിൽ തരംഗമാകുന്നു. അവർ ഇന്ത്യയോട് അംഗീകാരം ആവശ്യപ്പെടുന്നു. ന്യൂഡൽഹിയിൽ ഒരു ബലൂച്ച് എംബസി വേണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല, പ്രതികരിക്കാനും ഇടയില്ല. പക്ഷേ ഇത് പാകിസ്ഥാനെ ഭയപ്പെടുത്തിയിരിക്കുന്നു. ബലൂചിസ്ഥാൻ ഒരു വൈരുദ്ധ്യമാണ്, അപാര സമ്പത്തുള്ളൊരു മണ്ണ്. എന്നാൽ ജനങ്ങൾ ദാരിദ്ര്യത്തിൽ. പാകിസ്ഥാന് നഷ്ടപ്പെടുത്താൻ കഴിയാത്ത പക്ഷെ നിലനിർത്താൻ പാടുപെടുന്ന ഒരു പ്രവിശ്യ, വലിയ സമ്പത്തിൻ്റെ നാട്. പാകിസ്ഥാൻ എത്ര ശക്തമായി പിടിക്കാൻ ശ്രമിക്കുമോ അത്രയും വേഗം ബലൂചിസ്ഥാൻ അവരുടെ കൈവെള്ളയിൽ നിന്ന് ഊർന്നു പോകുന്നു. അതാണ് യാഥാർത്ഥ്യം.